ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിൽ ചെറുക്കന്മാർ ഫുൾ ഉണ്ട് കേട്ടോ. എത്തപ്പോൾ പരിപാടി? നല്ല സുഖമാണെന്നോ? വിശേഷങ്ങൾ ചോദിക്കട്ടെ. അതിനെ വിട്ടിക്കണേ. ഉള്ളിൽ കയറണ്ടല്ലോ? ഉള്ളിൽ കയറണമെന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓടലട ചെങ്ങ ഇവിടെ വാ, അന്നച്ചു വേണ്ടി. എന്താ എൻ്റെ കൈ പോയോ? നഷ്ടപ്പെട്ടോ? അത് ശരി. ഇതിലാരൊക്കെ പാടും? ഇവനോ? ഇജല്ല അന്ന് പാടി? എന്താ പോലെ പോലെ ജന്ന് പോലടാ. മിന്നലിവല്ലേ ഇജ് മാപ്പിട്ടാ കണ്ടുട്ടിയല്ലേ? ആരൊക്കെ പാടുക? അയ്യൂബിന്റെ മൈമൂൻ താത്താന്റെ ഫൈസലാക്കന്റെ. ആ ഓക്കെ. ഇജാണ് കൂട്ട് എൻ്റെ ഫ്രണ്ടാ? ഓക്കെ. നിങ്ങൾ ഒരു മദ്രസയിലാടാ? ഒരു മദ്രസയിലാ പഠിച്ചേ? എവിടെ? ഇവിടെ ഇപ്പുറത്തോ? അവിടുത്തെ? അപ്പൊ ഇപ്പം അങ്ങോട്ട് മാറിയോ? ജീവിതം ഫുൾ ആ സൈഡ് എടുക്കായില്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് നാട്ടിലെ കുറച്ച് നാട്ടുകൂട്ടം, നമ്മളെ ഗ്രാമസഭ കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് വിദ്യാർത്ഥികൾ യുവത്വങ്ങളൊക്കെ ഇവിടെ. എവിടുന്ന് ഈ സൂസ് ഇട്ടാണ്ട് വരുന്നേ? കളിച്ചാൻ പോവാ? അപ്പൊ ബാക്കിയുള്ള ബൂട്ടോ? ഓ മാത്രമാണ് ബൂട്ട്? അനക്കുണ്ട്. വെറുതെ പിടി ഊക്കലി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ശ്രീ റമീസ് അദ്ദേഹം ഉണ്ട് കേട്ടോ. അപ്പം കോളേജിൽ മെയിനാ വെള്ളം കിട്ടിയെന്നാണ് റമീസ് പറഞ്ഞത്. അപ്പോൾ റമീസ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? മമ്പാട് MES മെയിനായിട്ട് റമീസ്. ഗുണ്ടാണ് അവിടുത്തെ? പാർട്ടീൻ്റെ ആളാണോ? അപ്പോൾ റമീസ് ഈച്ചുവിൻ്റെ സുഹൃത്താണ് കേട്ടോ. ഇന്നലത്തെ വ്ളോഗിലുണ്ടായിനോ? എൻ്റെ കണ്ണ് ഈച്ചുവിൻ്റെ കണ്ണ് ഒരേ മതി അല്ലേ? പൂച്ചക്കണ്ണല്ല എനിക്ക്? എൻ്റെ ഏതാ? എൻ്റെ ബ്രൗൺ ആണല്ലോ അല്ലേ? പൂച്ചക്കണ്ണല്ലേ? ഇങ്ങോട്ട് കിടാ. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ കുട്ടികൾ. റബ്ബേ, ബ്ലോഗ് വരുന്നിടത്ത് കൂടെ നിങ്ങളും വരി, ഇങ്ങോട്ട് വരി. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഇങ്ങോട്ട് വാ. എന്തോ ഒരു ഡിമാൻഡാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ. ഹൗ ഇങ്ങോട്ട് വരി. ഏതാണ് പാട്ട് നമ്മളെന്ന് പാടണേ? മണിച്ചേട്ടൻ്റെ പാട്ടുണ്ടോ? ചലക്കുടി. ഓന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ? അറിയാം, ഓന് കുറെ അറിയാന്നുള്ള എനിക്കറിയാം. എന്നാലും താങ്കൾ പാടിയതിൽ വെച്ച് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ മാനം കിട്ടി. ഇതെന്താ? ഒച്ച പേടിക്കണ്ട. നോക്കി. അപ്പൊ പാട്ട് പാടാൻ വേണ്ടി ചക്കര വിളിക്കാണ്. ഇവന്റെ ഒരു ഡിമാൻഡ് ആണെങ്കിലോ ഒരു പാട്ട് പാടേ. ഏതാ പാടാ? എന്നാ എനിക്കറിയാം. ചോന്ത ട്രൗസർ വിട്ടാണ്ട് പുള്ളി ട്രൗസർ വിട്ടാണ്ട് അറിയില്ലാന്ന് അറിയില്ലേ? ബാ, ഏത് പാട്ടാ പാടാ നമ്മളിന്ന്? ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ. വെറുതെ ഇരിക്കല്. ഇവിടെ ഇങ്ങോട്ട് എടുത്തേക്ക് വരി. കൈയൊട്ടണം ഇങ്ങോട്ട് വരി. കമ്പനിക്കാരാണല്ലോ, സപ്പോർട്ടും ചെയ്യണില്ല. റിപ്പോർട്ട് എടുക്ക. ബൂട്ട് വാങ്ങി തരും. അനക്ക് എന്താ വേണ്ടി? ഏത് സൈസില്? 4 3 അങ്ങനത്തെ സൈസൊക്കെ ഉണ്ടോ? എൻ്റെ കറക്റ്റ് സൈസ് എനിക്ക് പറഞ്ഞുതരാ. എൻ്റെ ബൂട്ടിൻ്റെ വക കൊടുകൈ ഷെയ്ക്കാൻ ഡീൽ. ബ്ലോഗിൻ്റെ ഡീൽ. അല്ലാ, നിങ്ങൾ വണ്ടികളൊക്കെ ഒന്ന് ബസ്സിൽ അങ്ങോട്ട് ഇട്ടോ. ഇത് മ്യൂസിക്കൽ കൺസേർട്ട്, സോറി പബ്ലിക് ഷോ ആണ്. അപ്പം നമുക്ക് വേണ്ടി ഒരു ബൂട്ടിന് വേണ്ടി, ഒരു നേരത്തെ ബൂട്ടിന് വേണ്ടി 1000 പാട്ടുകൾ പാടാൻ നമ്മുടെ സ്വന്തം കൂറ്റം പറഞ്ഞ മണിച്ചേട്ടൻ. ഇതാ എൻ്റെ പേരെന്താണ്? നജച്ചേട്ടൻ. ഇതാ ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുക? രാമകുന്ദ സ്കൂളിന്റെ പൊന്നമന പുത്ര സ്കൂളിന്റെ അഭിമാനമായ ഒരു ഗാനം പാടാൻ ഇതാ നജ ഇവിടെ. ഒരു ബൂട്ടിന് വേണ്ടി 1000 ഗാനങ്ങൾ പാടാൻ എത്ര പാട്ട് നമ്മളൊന്ന് പാടും? എത്ര പാട്ട് പാടുവാന്? 2. എത്ര പാട്ട് പാടുവാന്? 2. തിന്നാലേ അനക്ക് മാത്രം ഇവിടുന്ന് പാൽ കേക്ക് ഇച്ചൊരു പൊട്ടുണ്ടേ. നമുക്കും കൊണ്ടേ
തരുന്നൊന്നുമില്ലല്ലേ. അപ്പം ഇപ്പം പാടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാ, നിങ്ങൾ കൈ കൊട്ടണം, ടപ്പ് 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 ആ താളത്തിൽ കൊട്ടണം കേട്ടോ. ഞാൻ ഫുള്ള് കവർ ചെയ്ത് ഷൂട്ട് ചെയ്തോ, 0.5 ഷൂട്ട് ചെയ്തോ. കലാകാരന്മാരെ ഞാൻ പണ്ട് ഒന്നും ബഹുമാനിച്ചിട്ടുള്ളൂ. ചെറുതോ വലുതൊന്നുമില്ല, കലാകാരനാണോ ബഹുമാനിച്ചിരിക്കും. പരിമുത്തെ പാടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ബാസിലിന്റെ സീൻ എൻട്രി റയൽ മാഡ്രിഡ് ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടോ? നിയാളുടെ ടീമാട്ടോ. ഏതാ ടീം? ഇങ്ങനെ പറയണേ ഏറ്റവും പറയാ നിങ്ങളുടെ മഞ്ചേരി. ഹോട്ടലല്ലേ ഓ എന്തായാലും ഒരു പാൽക്കേക്കുണ്ടോ? ഫുഡ് നല്ല ഫർസ തന്നെ. ഏതാണ് ടീം? ബ്രാസ്. അതേതാ ടീം? ബ്രാസ് അല്ലട്ടോ, ബ്രാസ് അല്ലട്ടോ, ബാർസ കേട്ടോ. അപ്പൊ നമ്മളെ ആരാണ് പറഞ്ഞോടക്കേ മേത്തോട്ടുള്ള കമ്പനി ഒന്നും വേണ്ട, കൈ വിടുന്നൊക്കെ ആണ്. നാണം വന്നിട്ട് കണ്ട് മൂന്തം കെട്ട് കൊലിച്ച് ഇങ്ങോട്ട് ഒന്നും പറയാ. നല്ല പാട്ട് കേട്ടോ. ഏതാ പാട്ട്? ഓൻ ഏത് പാട്ട്? റബ്ബിലാൽ പാട്ടൊക്കെ പാടും. പാടുന്നാ പാട്ട് പാടാൻ പാട്ട് പാടിക്കൊടുക്കാൻ എനിക്ക് ഇഷ്ടംപോലെ പാട്ട് കിട്ടണല്ലേ. നമ്മളെ ചേട്ടനെ കൊണ്ട് പഠിപ്പിക്കട്ടെ. നമ്മളെ പേര് അതാണോ എന്നെ വിളിച്ചത്? ഹിന്ദി ഇംഗ്ലീഷാണ് ഫേവറേറ്റ്. ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും ഇല്ല കേട്ടോ, ഹിന്ദി ഇല്ല, ഇംഗ്ലീഷ് അറിയാനിപ്പോ മറന്നു. അല്ല കുഴപ്പമില്ല, അറിയണ പരിപാടി. ഞാൻ പാടി അറിയാം. ചുരിച്ചേ ഓനെ വിളിച്ച് ഓനെ അപ്പൊ എനിക്ക് ബൂട്ട് വേണ്ടേ? കുറച്ചറിയില്ലേ, അതങ്ങനെ പ്രശ്നം. ഇംഗ്ലീഷ് ഹിന്ദി കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്യൂഷൻ സോങ് ആയിക്കോട്ടെ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ സിമ്പിൾ പാട്ട്. ചാലക്കുടി ചന്തക്ക് പോകും. സ്ഥലം മതിയാവില്ല. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ അയ്യോ ശ്രദ്ധിച്ച് സ്ഥലവും പരിസരം ശ്രദ്ധിച്ച് ചാലക്കുടി ചന്തക്ക് പോകുമ്പോ പട്ടി നോക്കിക്കാനല്ലേ പറഞ്ഞത്. എന്നാടുണ്ടാവും സപ്പോർട്ട് എടുക്കും. ആ എല്ലാരും ഫുള്ള് ഇങ്ങോട്ടേക്ക് എന്തേ മൈക്കെടുത്തോ? ഏട്ടോ കഴിഞ്ഞപ്പോ നിങ്ങളെ മറ്റേതൊക്കെ ലിറിക്സ് ഒക്കെ അതേതാ പാട്ട്? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി. മിന്നൽ വെള്ളം ഉണ്ടായിട്ടാ എന്നാ പാടിക്കാമത്തെ കൈ എടുക്കോട്ടോ, റെഡി ആയിക്കോട്ടോ. ഒരു വൈഡ് ഫ്രെയിം ഇട്ട് 0.5 അങ്ങോട്ട് ഷൂട്ട് ചെയ്തോ. ഇങ്ങോട്ട് വരി. ഇന്റെ ഉള്ളില് പണ്ട് ഉറങ്ങിപ്പോ ഒരു ടീച്ചർ ഉണ്ട്, അതിനെ ചുള്ളിക്കാൻ പിടിച്ച് വരുത്തല്ലേ. കുറച്ചാരേ ഉള്ളൂ കേട്ടോ. പാട്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരത്താരകൾ പൂത്തുവന്നു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു.
ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ പുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കണ്ണതിൽ മിന്നലായി പടി മിന്നൽ വര കയ്യേറിയ പെണ്ണഴകേ ഏയ് കെട്ടിത്തോടാ കയ്യില മറിവില്ലാണു നീ മിന്നൽ വായ മിന്നൽ വായേ വായല്ല വായിന്തൊക്കെ ആയപ്പത് സ്പോട്ടിൽ തരുന്നുണ്ട് കേട്ടോ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഓ മാറിവില്ലെന്നെ ഇങ്ങനെ എന്താ തിന്നണ്ടറിയോ? രാവിലെ നീച്ചിട്ട് ഇരട്ടി മധുരത്തിന്റെ ചീള് ചുക്ക് വെറും മറ്റേ തീറ്റുള്ള അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മള് പാട്ടുകാരാകുമ്പോ രാവിലെ ബാസിലെ എന്തൊക്കെ കഴിക്കണം പറഞ്ഞാ ഇരട്ടി മധുരത്തിന്റെ ചീള് ചുടു ഇരട്ടി മധുരത്തിന്റെ മരം കിട്ടും. മരം നമ്മളെന്നെ പോയിട്ട്, കാരണം ഇത് വേറെ ആള് ചെയ്താൽ എന്താവില്ല, ഫലം കിട്ടൂല. ഇത് നമ്മളെന്നെ ഡയറക്റ്റ് പോയി കോടാലി കൊണ്ട് ഇരട്ടി മധുരത്തിന്റെ പൊട്ടെടുത്തിട്ട് അതിന്റെ ചീളുകളാക്കി ചെറു ചുടുവെള്ളത്തിൽ തേനിൽ ചാലിച്ച് രാവിലെ കിട്ട ഒരു സിപ്പും കിട്ടി ദാസേട്ടന്റെ സൗണ്ട് അപ്പം എവിടെ നമ്മൾ പറഞ്ഞിട്ട് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ എടുത്തില്ലേനോ തവളാച്ചിന്റെ കോടല്. അത് ഞാൻ പറഞ്ഞ ചെറിയ തവളല്ലേ, പച്ച തവള, മരത്തവളല്ല, പച്ച കളർ. മഴ പെയ്യുമ്പോ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്ന ജീവി ഏതാ? തവള ചാടണ ചാടിക്ക ഈ ബനിയന് ഇങ്ങനെ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടും. ഈ തവള പറഞ്ഞാൽ എന്താ വെച്ചാല് തവളക്ക് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാനുള്ള കാലിബർ ഉണ്ട് തൊണ്ടക്ക്. അപ്പൊ ഈ തവളന്റെ തൊണ്ടന്റെ ഒരു കോയിലുണ്ട്. ആ കോയിലും ഈ ഇരട്ടി മധുരം കൊണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പെടപ്പിച്ചിട്ട് അങ്ങോട്ട് വെറുമായിട്ട് കഴിക്കണം രാവിലെ. തവളന്റെ കുടല് വെക്കുന്ന ഒരു പീടിയ കാണിച്ചോണ്ടോ ജി? ഇതൊക്കെ അവനാൻ ഇറങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. പാട്ട് പാടുന്ന ഞമ്മളാണ്. ഇജ്ജ് പാട്ട് പാടുന്ന ഇവിടെ വേറെ ആർക്കും ഒരു അല്ല. ഇജ് പാട്ട് പാടി കഴിച്ചിലാവണമെന്നേ അന്റെ ചുറ്റുള്ള ആർക്കും വലിയ ബോധ്യൊന്നും. മോഹൻ, നിങ്ങളൊരു നടനാവണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പൊ അതാണ് പറഞ്ഞത്, തവളനെ ചെന്നെ പാടത്തുനിന്ന് പിടിച്ചിട്ട് ചെറുകുടലും തവളന്റെ ചെറുകുടലും ഇരട്ടി മധുരം ചുറ്റിയിട്ട് ഇങ്ങനെ ഞാൻ തവളന്റെ ചെറുകുടല ചുറ്റാൻ പറഞ്ഞേ, അല്ല അത് മാത്രം ചുറ്റാൻ പറഞ്ഞേ. നോക്കിയിരിക്കല്ലേ. അപ്പൊ എന്നാ മാണ്ടോ അത് മറക്കട്ടോ. അപ്പൊ തവളന്റെ ചെറുകുടൽ ഇവിടെ വെക്കാൻ അറിയാം. എന്തൊക്കെ തരം ആൾക്കാർ, നിങ്ങൾ മോശം ടീമാട്ടങ്ങള്. അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കുളം ചുക്കാപ്പിയൊക്കെ നോർമൽ സിംഗേഴ്സ് മാത്രം യൂസ് ചെയ്യണം. നമ്മള് പ്രൊഫഷണൽ ആവുമ്പോൾ നമ്മള് പ്രൊഫഷണലി കാര്യങ്ങൾ ചിന്തിക്കണം. ഇതുണ്ടോ അവിടെ കുളം ഉണ്ടോ, തോടുണ്ടോ? അരിച്ചാലെങ്കിലും ഉണ്ടോ? മഴക്കാലത്ത് ഉണ്ടാവണ വെള്ളം പോറേ. അങ്ങനെയാണെങ്കിൽ സാധകം കേട്ടിക്കണോ? സാധകം എന്താ? സാധകം വള്ളത്തിനടി പോയി പിന്നെ പാടാൻ കഴിയില്ല, കാരണം നമ്മൾ ഉണ്ടാവില്ലല്ലോ. വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം കിട്ടണ വരെ ഇരിക്കരുത്. അങ്ങനല്ല, നമ്മൾ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് നമ്മളെ കഴുത്ത് മാത്രം ഇങ്ങനെ വെക്കണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാരും ഇരിക്കുക. വെള്ളാണ്, ഇത്ര വെള്ളം വേണം. ഇതൊന്നും എല്ലാ പാട്ടുകാരും, ഇതിപ്പോ ദാസേട്ടന് മാർക്കോസേട്ടന് പറഞ്ഞു കൊടുക്കൂല, മാർക്കോസേട്ടൻ ദാസേട്ടന് പറഞ്ഞു കൊടുക്കൂല. ഇതൊന്നും പാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. ഇതിപ്പോ അതന്നെ ഏറമസാറും അനിരുദ്ധും മാത്രം യൂസ് ചെയ്യുന്നതാണ്, ഫ്യൂഷൻ തിങ്ങാണ്. ഹായ്. അപ്പം ഇത് മെല്ലെ രാവിലെ എണീച്ച് സ്കൂളിൽ പോണതിന്റെ മുന്നേ വെള്ളത്തിൽ നിറച്ചിട്ട് സാവട ഇങ്ങോട്ട് തന്നെയല്ലേ, ഇങ്ങോട്ട് ബല കിട്ടട്ടെ.
ഈ സാധനം എന്തിന്റെ പണ്ട് ഞാൻ ശ്രുതിപ്പെട്ടി കൊണ്ടുപോയി ഇങ്ങനത്തെ ഒരു ബോക്സിന്. അപ്പൊ ശ്രുതിപ്പെട്ടി അറിയോ? മണ്ണെണ്ണപ്പെട്ടി അറിയാം. മണ്ണെണ്ണപ്പെട്ടി വലുത് മറ്റേ പേരക്ക് തീയിടാനല്ല, പാട്ട് പഠിച്ചാണ്. ശ്രുതിപ്പെട്ടി വെച്ചിട്ട് രാവിലെ സാധകം ചെയ്യാം. എല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ട് കുളത്തുക്കും തോട്ടുക്കൊന്നും പോയി ഇറങ്ങണ്ട കേട്ടോ, വെറുതെ പറഞ്ഞാണ്. നാളെ പോയി കണ്ട് രാവിലെ തോട്ട് പോയി കണ്ട് ഞാൻ പറഞ്ഞ ആരും ഒന്നും വിലക്കെടുക്കരുത് കേട്ടോ. ഓൺലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ഓൺലി. ചെറിയ കുട്ടികളാണ് എല്ലാം കിട്ടും. നാളെ പാട്ട് പഠിക്കാൻ വേണ്ടി തോട്ടിലൊന്നും ഇറങ്ങേണ്ടി വരുമല്ലോ. നാളെ തോട്ടൊക്കെ ഇറങ്ങി തോട്ടിലൊക്കെ വളക്കി വീണ് കജ്ജും കാലും സൈസ് ആയിക്കാണ്ട് സ്കൂളിൽ പോവാതെ പറയാ. നാളെ സ്കൂളില്ലേ? ഭയങ്കര ആത്മാർത്ഥലാണ്. സ്കൂളിൽ ആണെങ്കിലും എല്ലായിടത്തും, മദ്രസിലാണെങ്കിലും ഓൺ ടൈമിൽ മദ്രസ പോവാ, ഓൺ ടൈമിൽ സ്കൂളിൽ പോവാ അല്ലേ. സാറ് ഒരു മാന്യനാ അല്ല? നൂറത്തൂലേ? 61 അല്ലേ? അത്ര ഉള്ളു. ഇല്ലത്തെ പട്ടിണി മറ്റോലെ അറിയണ്ട അല്ലേ? കയ്യെന്താ ജി വന്നാ. എന്താ അടുക്കളയിലെ പട്ടിണി അങ്ങാടിയിൽ അറിയണ്ടോ? അങ്ങനെ എന്തോ പറയില്ലേ? പോവാ. ഞാൻ പോരുണ്ടേ. അഫി ആരൊക്കെ പോരുണ്ടെന്ന് ചോദിച്ചോട്ടെ. എങ്ങനെ എടാ വാ. എന്താ പറഞ്ഞേ? ഭയാവുമ്പോ പെയ്യണം. പട്ടിക ടോബി ഒന്നുണ്ട്. അപ്പൊ ടോമിന്ന് വിളിച്ചാല് അതിന് ഇതാവും, ഇടങ്ങാറാവും, സങ്കടല്ല. അതിന് അയറ്റാളെ മനസ്സിലാവില്ല. കുനാമിയോ? അത് മറ്റേ ഗെയിമിൻ്റെതല്ലേ, പെസ്സിന്റെ. ഒരു പേര് പറഞ്ഞാണ് നമ്മളെ ഡോഗിന് ഇടാൻ പറ്റിയ. സിംബ. പട്ടിക്ക് കടുവാന്ന് പേരിടാം. എന്നിട്ട് പട്ടിക്ക് സ്വയം മനസ്സിലാവരുത് കടുവ ഏതാ പട്ടി ഏതാന്ന്. എന്നാ അങ്ങനെ നടക്കണല്ലേ ഞങ്ങക്ക്. സിംബ അല്ലേ? വേറെന്താ ഉള്ളത്? എടാ മനുഷ്യന്മാർക്ക് ഇടുന്ന പേരല്ല ടോമി. പിന്നെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ലൊക്കേഷൻ മാറി. ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ബാസിൽ ഒന്ന് പെട്ടെന്ന് നമ്മളരികിലേക്ക് ഓടിയെത്തി. നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാസിൽ ഇവിടേക്ക് തന്നെ കൊടുന്നതാണ്. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, വെറുതെ പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്നൊരു ഇലക്ഷൻ എന്നാ വോട്ട് പിടിക്കണ്ട അതിന് വേണ്ടി ഇങ്ങനെ. ഇന്നാളെ ഇങ്ങനെ പോയപ്പോൾ അന്നെ അവിടുന്ന് കണ്ടല്ലോ, ഇവിടെ ഗൾഫിലാണേ. വെറുതെ എന്നാ പുഴക്കല്ല ഒന്ന് അടിച്ച് കയറാൻ. കളിച്ചാൻ ആണ്ടുണ്ട്. ഫുട്ബോളാ ചളിയാണ് മൊത്തം അവിടെ. ചളിയാവട്ടെ അടിച്ച് കേറി വരാം. ഇത് വരുന്നു ബ്രോ, നമ്മളെ ടീമിൽ ആട് വരുന്നുണ്ട്. നമ്മള് വന്നിട്ട് വരാം. ഇപ്പൊ വരും. ഈച്ചൊക്കെ വരുന്നുണ്ട്. ഓ ഇന്റെ അച്ഛ അങ്ങോട്ട് എത്തുന്നുള്ള ഒന്ന് പറഞ്ഞ. ഈച്ചൊക്കെ വരുന്നുണ്ട്. ഞമ്മളേ കുറച്ചും കൂടി ആൾക്കാർ വരണ്ട. ഒരു വന്നിട്ടുണ്ട് വരാം. ഓക്കെ ഓക്കെ അല്ലേ ചോക്ക് സെറ്റ് അല്ലേ? ദീക്കെന്താ പറയുന്നത്? മറ്റേ മൈക്കല്ല. അപ്പം നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ എല്ലാവർക്കും ഇപ്പം പോയാൽ കുറച്ച് ചളി അടിച്ചു ഓടണം കേട്ടോ. ഒരു വേനൽക്കാലൊക്കെ അങ്ങോട്ട് വന്നാണല്ലോ ഇവിടുത്തെ പോയാന്നൊക്കെ പറഞ്ഞാൽ. ആ വീഡിയോ എടുക്കാണ് ബ്രോ. ഇങ്ങോട്ട് വരി. ഓൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലേ? ഇവിടെ തുറന്നില്ലല്ലോ. പക്ഷേ തുറക്കണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഇറങ്ങാലോ വഴി നമ്മൾ കൊടുക്കും. ഓൾക്ക് ഇങ്ങോട്ട് വരാനും കഴിയില്ല, നമുക്കാണ്ട് പോകാനും കഴിയില്ലല്ലേ? ഓ ഇങ്ങോട്ട് പേരെടാ. ആ വേലിക്കമ്മ കൂടെ ചാടി മുട്ടുമാല കയറിയിട്ട് പോയിരുന്നു. ചോര കൊളിപ്പിച്ച് എന്താണ് ചെറുക്കന്മാരെ? എടാ ഇങ്ങോട്ട് വാ, അവിടെ പോയി കാണാം. മനസ്സിലേ നാലാളെ പരിചയപ്പെടട്ടെ. ആൾക്കാരെ പരിചയപ്പെടൽ എന്ന് എൻ്റെ വീക്ക്നെസ് ആയിരുന്നു. വാ എടാ ഇവിടേക്ക്. ആ ഓ ഇത് ബഷീർക്ക് ലൈൻ അടിച്ച പോലെയാണല്ലോ. എടാ ബഷീർ വൈക്കം പോകുന്ന ബഷീർ ഏതോ വേലിന്റെ അപ്പുറത്തും ലൈൻ അടിച്ച ഒരു കഥല്ലേ? മതിലുകൾ. ഹായ്, ഹൗ ആർ യു? ഇങ്ങോട്ട് വരൂ കാണട്ടെ. എടാ കേട്ടോടുത്ത് വെച്ചതാ. ഗൈസ് ഇങ്ങോട്ട് വരൂ. ഓ എടാ ചെക്കന്മാരെ സീൻ ലുക്കാണല്ലോ എല്ലാവരും. എല്ലാവർക്കും പൂച്ചക്കണ്ണ് അല്ലെങ്കിൽ പല്ലൊക്കെ ഫുൾ ഷേപ്പില്.
ഒരു ബാഡും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. എവിടെ നിങ്ങൾ വരുന്നേ? അല്ലേ ഫുൾ ലുക്കില് കാര്യം ചേറിലിറങ്ങിയാണ് ഫുള്ള് കുളിച്ച് നടക്കണേ. എല്ലാരും ആസിഫ് അലി പഠിപ്പിച്ചിട്ടുണ്ടോ? ആസിഫ് അലിയോ? പഠിപ്പിക്കണതേ സോലി സാറുണ്ടോ? നമ്മളെ ആൾക്കാരാട്ടോ. റോജ സാറുണ്ടോ? അല്ല, റോജ സാർ തണ്ണിക്കടവാ. അവിടെ ഇല്ല. ഇമ്മള് നിങ്ങൾക്ക് ശരിക്കും ഭാഗ്യല്ല. ശരിക്കും റോജ സാറ് വരേണ്ട സ്കൂളാ നിങ്ങളെ സ്കൂള്. റോജ സാറൊക്കെ ഉണ്ടല്ലോ. എടാ നിങ്ങളൊക്കെ കളിച്ചിറങ്ങിയ മുണ്ട സ്കൂളിലാണ് പഠിക്കണത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ആറിലാണെങ്കിൽ അവിടെ ഐഷ ടീച്ചർ ഉണ്ടാവും, ബാനു ടീച്ചർ ഉണ്ടാവും, നൗഫൽ സാർ ഉണ്ടാവും, അസ്ലം സാർ ഉണ്ടാവും. ഐഷ ടീച്ചറും ബാനു ടീച്ചറൊക്കെ കറക്റ്റ്. ഐഷ ടീച്ചർ എവിടെ വർക്ക് ചെയ്യണേ? ബാനു ടീച്ചർ എവിടെ വർക്ക് ചെയ്യണേ? നിലമ്പൂര് എടാ വരി ചോദിക്കട്ടെ, നിങ്ങളെ പേരാൾ ഇതിൽ പറഞ്ഞാണി. റിഫിൻ ഷാൻ, റിഫിൻ ഷാൻ, മിദ്ലാജ്, അമൻ ഷാൻ, റിഷാൻ സി, നാസിഫ്. നാസിഫിന്റെ പോലെ ഒച്ചയൊക്കെ പോയിക്കണ് പാട്ടടിയാണ്. റിൻഷാൻ പി സി. അവിടെ അല്ലല്ലോ. ഷാദിൽ. ഇമ്രാൻ. ഓ कालिया पाड़िया में गट्टिया नु मेलामा स्पीड में दूसोंगी बिजला गुल्स में समन में मीर के क्या में बुचता आ पाट എടുക്കണോ? नी गट्टी सा तू नेजा नी जट्टिये नी बोलता नु नेजा बे अड़िये नी वफर तू मेरी मेरी मैं तेरा एम्प्लीफायर फायर ആ പാട്ടിട്ടില്ല. എടാ അത് ഇമ്രാൻ ഖാന്റെ പാട്ടാണ്. എൻ്റെ പേര് ഇമ്രാനെ കൊണ്ട് പാടി തന്നാണ്. ഇമ്രാൻ ഖാൻ ഇങ്ങനെ മലമ്പാമ്പിനെ വളർത്തൂല അതില്. കണ്ടിട്ടില്ല. ഇമ്രാൻ ഖാനെ പരിചയമുണ്ടെങ്കിൽ ചോപ്പ് ബി എം ഐല് ഉണ്ട്. നമ്മളെ ലോക്കൽ ബ്ലോഗില് അതല്ല പറഞ്ഞേ, നമ്മളെ ബ്ലോഗല്ല. ഇമ്രാൻ ഖാൻ എന്ന് പറഞ്ഞാല് മലമ്പാമ്പിനെ വളർത്തുന്ന ആളാണ്. ആരാണ്? ഇങ്ങോട്ട് എടുത്തേക്ക് പേര്. നിങ്ങളൊരു ബന്ധമില്ലാത്ത പോലെ ഇങ്ങനെ. ഇമ്രാൻ ഖാൻ എന്താണ്? മലമ്പാമ്പുകളെ വളർത്തി അതിന് ആനന്ദം കണ്ടെത്തുന്ന ആളാരാണ്? ഇമ്രാൻ ഖാൻ. ശരിക്കും നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ ആൾക്കാരെന്തില്ല, ഇപ്പല്ല. മൂപ്പരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാമ്പിനെ വളർത്തണ എന്തിനായിരിക്കും? വളർത്താൻ തോന്നിയിട്ടോ? അതായത് പശുവിനെ വളർത്താൻ കണ്ടിക്കണേ, ആടിനെ വളർത്താൻ കണ്ടിക്കണേ, കോയിനെ വളർത്താൻ കണ്ടിക്കണേ. എന്തിനാണ് ഒരു മനുഷ്യൻ പാമ്പിനെ വളർത്തുന്നത്? ആർക്കാണ് ഉത്തരം പറയാൻ പറ്റുക? പാമ്പ് ആൾക്കാരെ കടിച്ചലേ അല്ലല്ലോ. ഹൈദർമാൻ BTSന്റെ ഡ്രസ്സൊക്കെ ഇട്ട് എവിടുന്ന് വന്നു? എടാ അജ്ജ എടുക്ക ഈ തെർമലൊക്കെ ഇട്ടിട്ട് ഈ ചൂടത്ത്. എങ്ങട്ടാ പോണേ? ഇത് തെർമലല്ലേ? അതിന്റെ പേരെന്താണ്? അഷ്മൽ. ചെക്കന്മാരൊക്കെ എങ്ങട്ടാ പോയത്? ബാസിലെ വായ ഉണ്ട് അവിടെ. വായ ഇതെന്ത് തയ്യാ? ഇത് പേരെന്താ? മുർഷിക്കാരോ? ലാൻഡ്സ്കേപ്പിംഗ്. മുർഷിയാണ് അതിന്റെ ആള്. വിലയോ തുച്ഛം ലുക്കോ മെച്ചം. അതാണ്. ഇവിടെ എന്താ വെച്ചാല് ഇങ്ങനെ പോണട്ടോ വ്ളോഗ്. ഇവിടെ എന്താ ഒരു ഓപ്പൺ ഷവർ വരും. കാര്യം അതിനാണ് കൊടുത്തിരിക്കണത്. സാധനം വരും 2 ദിവസം കൊണ്ട്. അതായത് ആർക്കും ബാസ് ഇവിടെ ചെയ്യുന്ന ഒരു തീം എന്താ വെച്ചാല് ഈ നാട്ടുകാർക്ക് മൊത്തം കാണാൻ പറ്റുന്ന രീതിയിലൊരു ഓപ്പൺ ഷവർ. അതാണ് ബാസിലിന്റെ ഒരു സ്വപ്നം. ബാസിലിന് ഈ ഒരു മുണ്ടല് അങ്ങനത്തെ ഒരു തീം, അങ്ങനെ ഒരു ഓപ്പൺ ഷവർ ഇവിടെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഈ പോയക്കര നിറയെ ജനങ്ങളായിരിക്കും. കാരണം ഇവിടെ എപ്പോഴാണ് ഓപ്പൺ ഷവർ തുടങ്ങണത് അതിനൊരു പ്രത്യേക ടൈമൊക്കെ കൊടുത്ത്. അപ്പം ഞാൻ പരിചയപ്പെടുത്തിയില്ല. ബാസിലും മുർഷിയും ഞാൻ ശരിക്കും ടീച്ചറാവാൻ പഠിച്ച ടൈമിൽ ഞാൻ പഠിച്ച് ടീച്ചറായിക്കാണ്ട് ഞാൻ ആ കൊല്ലം തന്നെ ഇറങ്ങി. ഇപ്പോഴും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മുർഷിയും ബാസിലൊക്കെ കേട്ടോ. അപ്പം നമ്മളെ സുഹൃത്തുക്കളാണ് ബില്. അപ്പോൾ ബില് ചെറിയൊരു 1-2 പരിപാടി തട്ടിക്കുട്ടി പോലെ വാപ്പാരും കൂട്ടക്കാരൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ പരിപാടി ഉണ്ടായിനി. അപ്പോൾ അത് അവിടെ നമ്മൾ കാണാനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് വായിച്ചാണിയടാ
ഇതാ മുണ്ട സ്കൂള് വായിച്ചെന്നെ പറയുമ്പോ 4 വഴിക്ക് വായിന് വായിച്ചടായി. എന്താ പേര്? എന്താ പേര് എന്റെ? വായിച്ചടാ. ധീര. ആ വീര. ആ മീര. ആ അത് വായിച്ചാലോ? ആ തീരം. തീരം. ആ തീരം. തീരം. ആ ഇതിന്റെ പേരാണ് തിര. അപ്പൊ തിര പറഞ്ഞ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ബാസിലേ ഇത് കാണിച്ചോണ്ടോ? ഇതിനെ കുറിച്ച് വിശദീകരിച്ചോണ്ടാ. അപ്പം അപ്പം ഇത് നമ്മളെ ചെക്കന്മാർക്ക് തന്നെ ചില്ല് ചെയ്യാനും, കാരണം നമ്മളെ നാട്ടില് നമ്മളെ ചെക്കന്മാരെല്ലാരും കൂടുമ്പോൾ ചില്ല് ചെയ്യാൻ ഒരു ഏരിയയും പ്ലേസും നമുക്ക് സ്ഥലം. വീണോ? അതിൽ കിട്ടിയോ? ഇതാണ് തിര. നമ്മളിനി ചെക്കന്മാരൊക്കെ ഇൻഷാല്ലാ ഇവിടെ നാട്ടിൽ വരുമ്പോഴും ഇതിനൊക്കെ എന്താവും, നമ്മൾ ഇവിടെ കൂടുന്ന ഒരു സ്ഥലം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത് ബാസിലെ? ഇത് മുണ്ട എടക്കര. ചെക്കന്മാർക്കും കൂടാ. പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കും? ചെറുകിട ഇത്രയും ഏരിയ ഉണ്ട്. ഒരു ഫാമിലി ഗാദറിങ് അങ്ങനെയുള്ള അങ്ങനത്തെ ചെറിയ പരിപാടികള്. പിന്നെ നമ്മൾ ഫുൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യും. ഇടക്കൊന്ന് 4 ദിവസം പിന്നെ ബാക്കി ഉണ്ടാവുന്ന പണി ഇവിടെ പുല്ലിടാനാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ പുല്ലും വരും. അപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പണി നടക്കണുള്ളൂ. അതേമാതിരി ആ സൈഡൊക്കെ മറയും. എടുക്കാലോ. എല്ലാരും ഒന്നോളി. മുണ്ട സ്കൂള് മൊത്തം കിട്ടോ. കണ്ടപ്പോ തന്നെ അല്ലോനെ ഇതെന്താ വന്നായിരുന്നു? ഒരു മാസം ചിരിച്ചോ ചിരിക്കണില്ലല്ലോ. തീർച്ചയാണി കിട്ടില്ലേ? തീർച്ചയാണി കുട്ടി പോടാ കാട്ടുമാ. ഞങ്ങൾ കുറച്ച് പഴയ ബന്ധമാണ്. ഞാൻ അന്നാ വന്നേ ഞങ്ങള് വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞത് നമ്മളെ കമ്പനിയാണ്. ഇവന് ഭയങ്കര കാര്യം ഇപ്പൊ കേട്ടെടുക്കാണ് പറഞ്ഞ പാട്ട്. കുറച്ച് മുമ്പ് കൊല്ലങ്ങളായിട്ട് ഒരു 5 കൊല്ലം മുമ്പൊക്കെ വന്നീനന്ന് നമ്മള് വേറെ സ്കൂളിൽ. അപ്പൊ ഇതാണ് എന്ത് തിര മുണ്ടത്തെ എന്താണ് പുതിയ സംഭവം കേട്ടോ. റിസോൾട്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ വെച്ചാൽ ഇത് ഞങ്ങളിപ്പോൾ ഹാങ് ഔട്ട് സ്പോട്ടുകൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ചെക്കന്മാർ നിങ്ങളെ പോലെ ഞങ്ങൾക്ക് ഒരു 10-15 ചെക്കന്മാരുണ്ട്. ഞങ്ങളിങ്ങനെ കൂടുമ്പം ഒന്ന് ഡാൻസ് കളിച്ചൊന്ന് കൂടാൻ ഞങ്ങൾക്കൊരു ഏരിയ ഇല്ല. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇത്രേ ഉള്ളൂ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാനും സന്തുലിതമാക്കാനും തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ ഒഴിവ് നേരത്തെ ഓരോ മിനിറ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ പരിപാടി കേട്ടോ. ഇവനുണ്ടതിന്റെ മുതലാളി ബിസിനസ് ടൈക്കൂൺ ബാസിൽക്ക കേട്ടോ. കാണിച്ചു കൊടുക്കാം പോരാട്ടോ. അല്ല ബാസിലെ മോളൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിനോ വെച്ചുപിടിപ്പിച്ചാണോ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആദ്യം ഉണ്ടായി. നമ്മളിത് വന്ന് നോക്കി കണ്ടു. നമ്മൾ നോക്കി കാണുമ്പോ ഇതൊക്കെ ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവിടെ കുറച്ചുകൂടി ലാൻഡ്സ്കേപ്പ് ചെയ്യാട്ടോ ഉണ്ട്. അതേ പറഞ്ഞത് പണി കഴിഞ്ഞിട്ടില്ല. അതേമാതിരി ഈ സൈഡ് മൊത്തം മറയും. അവിടെ നിന്ന് ഇങ്ങോട്ടും പ്രൈവസി കംപ്ലീറ്റ് മറയും. ഓൽക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നാളെ വരും. ഇന്ന് വരണ്ടാണ്. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നാളെ മൊത്തം മറയും. അതുവരെ മറയും. ഈ ഏരിയ മൊത്തം മറയും. ഉള്ളു കാണാൻ പറ്റുമോ? തുറക്കും.
ശരിക്കും ലാൻഡ്സ്കേപ്പ് ഇങ്ങോട്ട് വന്നാല് രസമായിട്ടോ. പിന്നെ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേജും കൂടി ഇവിടെ സെറ്റ് ചെയ്യും. അതായത് പരിപാടികൾ നടത്തേണ്ട രൂപത്തിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ പൂളും നമ്മളെ പൂളാണ് പോയിക്കാണ് ചാടിച്ചോളാ. എന്തിനാ അത്രയും വലിയ പോയ ഒയ്ക്കുള്ള പോയ അത്രേ ഉള്ളൂ. ഒയ്ക്കുള്ള പോയ വിദ്യാഭ്യാസം നമ്മള് ഇത് ചെയ്യാം. നമ്മളെ നാടിന്റെ പടച്ചനെ ഒരുക്കി തന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യാം. ഉപയോഗപ്പെടുത്താം. ഇവിടെ റൂമില്ലേ, ഇത് ഈ ചെക്കന്മാർക്ക് കൂടാൻ പറ്റിയ സ്ഥലങ്ങളിൽ പെട്ടാട്ടോ. കസിൻസ് മീറ്റപ്പ്, ഇവിടെ റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ ഇതൊക്കെ നിങ്ങൾ പണിയെടുപ്പിച്ചാ നമ്മൾ സെറ്റാക്കി നോക്കേ. ആദ്യത്തെ ആൾക്കാരെല്ലാം റെഡിയാക്കി ചെയ്യും. എല്ലാം ബാസിൽ വന്നത് നോക്കി കണ്ടു. ആ അല്ല, പബ്ലിക്കിന് ഓപ്പൺ ആയിക്കണോ? മേലക്കോ ഇവിടെ കയറാൻ പറ്റില്ല. അതാ പറഞ്ഞത്, 2 ടീം വന്നാലും നിൽക്കാൻ പറ്റും. സെപ്പറേറ്റ് വഴിയുണ്ട്. ഹലോ, ഇപ്പൊ 2 ടീം വന്ന ഒരു ടീമിന് അടിയത്തെ ഫ്ലോർ കൊടുക്കുക, ഒരു ടീമിന് മേലത്തെ ഫ്ലോർ കൊടുക്കുക. ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷെ അവിടെ ആരും മൂത്രയിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, മീൻ പിടിച്ച ഒരു അതാ പരിചയമുള്ള നല്ല പരിചയമുള്ള വണ്ടിയാണല്ല. ചെങ്ങന്മാരെ പോയി കൊണ്ടേയിടല്ലേ, ലൊക്കേഷൻ മാറിപ്പോയി കണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ വരുന്നതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടാൽ തന്നെ നേരെ പോയി ചാടരുത് കേട്ടോ. ഗൂഗിൾ മാപ്പാണാ പോയത്. റബ്ബേ, അവിടെ അല്ല ഇവിടെ രാവിലെ പോലെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വരി. ഇപ്പൊ തന്നെ പോയിലെത്തിന് കേട്ടോ. ഇതാണ് ഗൂഗിൾ മാപ്പ് നോക്കി പോയി കാറ് വഴി ചാടി പറഞ്ഞ ആ സീൻ ഇപ്പൊ കിട്ടീനി. അന്ന് ചാമ്പട്ടോ. ആ ഈസാനാണ്. അന്ന് എത്ര മോട്ടറാക്കാൻ പറ്റും അത്രയോ മോട്ടറാക്കും. എങ്ങനെ മേലേക്ക് വരാ? അത്രേ ഉള്ളൂ. മേലെ കുറച്ച് അഡ്വഞ്ചർ ആണ്, ഒന്ന് കള്ളി പിടിച്ച് കയറണം എന്നൊക്കെ. കോണി അല്ലെങ്കിൽ ഒരു കയറ് നമ്മൾ തൂക്കിട്ടേക്കും, പിടിച്ച് കയറുക. അതായത് ചെക്കന്മാരൊക്കെ നമ്മൾ മേലെ കൊടുക്കും. അഡ്വഞ്ചറസ് ആയിട്ട് അവിടെ നിന്ന് കയറിട്ട് വേണം ഇങ്ങോട്ട് കൊടുക്കും. അതിനും കൂടെ കയറുള്ള സെറ്റപ്പ് നല്ല സ്ഥലം കേട്ടോ. തുറക്ക് ഇവിടെ അല്ലേ? ചാവി എടുക്കാൻ പറ്റും. അല്ല, ഇതിന് ചാവി ഉണ്ടോ? അവിടെ തുറന്നാലേ തുറക്കുള്ളൂ. മടക്ക് ഫോൾഡ് ആണത്, ഇങ്ങനെ ആക്കണല്ലേ? ഇത് തുറന്നിട്ട് കാണാം. ആണോ? തന്നെയാണ്. സെക്കൻഡ് ഫ്ലോർ കയറിട്ടാ. സെക്കൻഡ് ഫ്ലോർ കയറിയിരിക്കുന്നു. സെക്കൻഡ് ഫ്ലോറിന്ന് സീൻ വ്യൂ ആട്ടോ വാസിലെ. സീൻ വ്യൂ ഓണത്തിന് പണി പടമ്പലേക്ക് ഇവിടെ സ്ഥലത്ത് നടത്തി കൂടെ. ചെറിയ ഓണാഘോഷം പരിപാടിയൊക്കെ നടത്തട്ടോ. ഓണാകുമ്പോഴത്തിന് നിങ്ങൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇനി പറയല്ലേ, ഈ ആഴ്ച തുറക്കും ലാസ്റ്റ് ആകുമ്പോ. അപ്പൊ ലാൻഡ്സ്കേപ്പ് ലാസ്റ്റ് ആകുമ്പോ ഇത് നമ്മൾ തുറന്നിട്ട് സെറ്റ് ആക്കും. ലാൻഡ്സ്കേപ്പ് അങ്ങനെ നടക്കണം. അത്യാവശ്യം ചെയ്യലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ആഴ്ച ഓപ്പൺ ആക്കും. ഇവിടെ ഒരു ക്യാരംസ് ഒക്കെ ഇടണം വിചാരിക്കുന്നത്. ഇവിടെ ക്യാരം ബോർഡ് പരിപാടിയൊക്കെ ഇനി വേലൊക്കെ ഉണ്ടോ? ഇല്ല, ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇവിടെ ഒന്നുകൂടി സെറ്റപ്പ് അല്ലേ? താഴത്തും സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്, ഇവിടെയും സെപ്പറേറ്റ് കിച്ചൺ. ഇവിടെയും കുക്ക് ചെയ്യാം, അവിടെയും കുക്ക് ചെയ്യാം. ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവിടെ എത്ര റൂമാ? 2 റൂമോ? 2 ഒരേപോലെ. 2 BHK വിത്ത് കിച്ചൺ. അല്ല അതന്നെയല്ലേ? പഴയകാല ഘടികാരാണ്. തുറന്നൊക്കെ പറ്റണം. ഇവിടെ തുറക്കാം. ടിങ് ടിങ് ടിങ്. മീൻ പിടിക്കണ കണ്ടോ? യോ, മീൻപിടുത്തക്കാരാട്ടോ. ഫുള്ള് മീൻപിടുത്തക്കാർ അവരുടെ കഴിവോടെ പരിശോധിക്കുകയാണ്. കഴിവുള്ള മീൻപിടുത്തക്കാരാണോ അല്ലേ എന്നുള്ള കുറച്ച് കഴിയുമ്പോൾ അറിയാം. കൊട്ടയിൽ എത്ര മീൻ നോക്കിയാൽ മതി. മനസ്സിലായി. മീൻപിടുത്തം ഭാഗ്യമാണോ അതോ സ്കില്ലാണോ? സ്കില്ല.
സ്കില്ലാണ്. പിന്നെ പൊടിച്ച ആൾക്കാർക്ക് ഒരു ഐഡിയ വേണം, ഇന്ന സമയത്ത് മീൻ ഉണ്ടാവും. ഇതൊക്കെ കുറെ നോക്കാം. സംശയമാണ്. അതായത് മീൻ മീനയില വരണ്ടേ? അല്ല ഭാഗ്യല്ല, ഇതിനൊരു മീൻ ഇറങ്ങണ സമയമുണ്ട്, അത് അറിയുന്ന ആൾക്കാരുണ്ട്. ഓല് പോയി ഇടുമ്പോ വേഗം കിട്ടണുണ്ടല്ലേ. ഇപ്പൊ പുതുക്കമായ പെയ്യണ സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് ചൂണ്ടലും വലരുന്നുണ്ടല്ലേ, മീൻ കേറും. അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇറങ്ങണ സമയം അറിയണവർക്ക് കിട്ടും. അല്ലാതെ ഇപ്പൊ ഞമ്മക്ക് ഫ്രീ ആവുന്ന സമയത്ത് നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വേനൽക്കാലത്ത് ഒരു ഉച്ചക്ക് ഇന്ന് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ട്, തുള്ളി മീൻ പിടിക്കാം, ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മള് മണിക്കൂറുകൾക്ക് ഈ നൃത്തം ഇങ്ങനെ നോക്കും. അതാണ് അതിന്റെ മാറ്റം. മനസ്സിലായി. അപ്പൊ സ്കില്ലും വേണം, ഐഡിയ വേണം, പിന്നെ ക്ലൈമറ്റും. അതായത് ഇതിന് അറിയണവരുണ്ട്. ഇന്ന സമയത്ത് മീൻ ഇറങ്ങും. ബാസിൽ ഫിഷ് ലവർ ബാസിലൊക്കെ ഫുള്ള് പണ്ടത്തോട്ടുന്നൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തവള. എത്ര തവള മുട്ടലിനെ കോരിയാണ്ട് വളർത്തിയ എത്ര ടീമോ 100-150 തവള മുട്ടലിനെ വളർത്തിയുണ്ട്. പിന്നെ മീനിനെ കാണാനുള്ള ടീമാ. തവളയാകുമ്പോ ചാടിപ്പോവും. അങ്ങനെ പണ്ടെത്ര തവള മുട്ടലിനെ പിടിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ എൽ പി സ്കൂളിൽ വൻ പ്രദർശനത്തിൽ നടന്നേ. മീനിനെ കിട്ടിയൊക്കെ ഗേൾസിന്റെ കൊണ്ടുപോകും. സമരപ്പ് കുട്ടി എവിടെ തവളമുട്ടൽ ഇങ്ങനെ അടിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ എവിടെ നോക്കിയാലും പോയന്റെ വ്യൂ ഉണ്ട് നമുക്ക്. രസമുള്ള ഏരിയ കേട്ടോ. അതും മറ്റേ കറുത്ത പാമ്പ് കെട്ടാണ്ട്, കറുത്ത പാമ്പ് ഫുൾ കറുപ്പില് വണ്ടിയിലെ ഒപ്പം നിന്നൊരു പിക്ക് എടുക്കാണ്ട്. ഈച്ചു പാമ്പിന് വാങ്ങിട്ടോ. കാണിച്ചു കൊടുത്താ എന്താ പാമ്പിന് 60 പറയണേ ആസ്കിങ് റേറ്റ്. ഇത് രസമുണ്ട് മഞ്ഞ. ഇതാവുമ്പോ നമുക്ക് എവിടുന്നും കാണാൻ പറ്റും. ഇതിന് വാങ്ങിക്കോ. ആലോചിക്ക് പെരെ കയറിയിരുന്ന ആൾക്കാര് കുഴപ്പമില്ല. വേറെ ഇതൊക്കെ വൈറ്റ് കാണൂല. എന്തോ ഒരു പേര് അതേ മര്യാദ അല്ല, ഒരു ഇംഗ്ലീഷ് ചങ്ങായി ഉണ്ടല്ലോ, അർണോൾഡിന്റെ ഒരു ചങ്ങായി. ഇന്റെ പേര് തന്നെ ഇത് വളർത്തുവാമ്പല്ലോ. ഇതൊക്കെ വളർത്തുവാമ്പാണ്. രസമുണ്ട് കേട്ടോ. അപ്പൊ ഈച്ചു പാമ്പിന് വാങ്ങാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. പട്ടിക്ക് ശേഷം നമ്മള് പാമ്പിനെ വാങ്ങുന്നുണ്ട്. നല്ല പാമ്പിനെ കൊടുക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചുന് എന്താ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതിയോ? ഈച്ചോ നമ്പർ കുറച്ച് ഫാൻസ് ആയിക്കോട്ടെ. ഈ എന്നോടോ ഫോണ കത്തിപ്പോയത്. പമ്പള ഉദ്ദേശിക്കുന്നത് കൊടുക്കാല്ലേ? നമ്പർ കൊടുത്താലോ? പബ്ലിസിറ്റി ആയി ഇതിനെ പറ്റുമോ? ഷെയറിനൊക്കെ പറ്റും. നല്ല കൊളാബ് ചെയ്തിട്ട് പാമ്പിന് തരാൻ പറ്റുന്ന എന്ത് പാമ്പാ വേണ്ടി? അപ്പൊ നല്ല ബോൾ പൈത്തണ് അങ്ങനത്തെ ഫാൻസി ആസ്തറ്റിക് പാമ്പ്, എക്സോട്ടിക് സ്നേക്സ് അല്ല, എക്സോട്ടിക് സ്നേക്സിന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചുവിന് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം. ഈച്ചുവിന്റെ അക്കൗണ്ടിൽ കടിച്ചാണ് തിരിച്ചും തരും. അപ്പൊ എന്തായാലും ഈച്ചുവിന്റെ മെസ്സേജ് അയക്കുക. എന്തിനാ കൊളാബ്? എണ്ണി വാങ്ങ്. പാമ്പല്ലേ ഞാൻ വാങ്ങിത്തരാ. എനിക്ക് അങ്ങനെ ഏത് പാമ്പ് വേണ്ടി? പാമ്പല് വാങ്ങി. പാമ്പല്ലേ അപ്പൊ എല്ലാവരും പ്രൈസ് അടക്കം അയക്കിട്ടാ. എത്ര റുപ്യാണ് നിങ്ങളെ പാമ്പിന് വില എന്നുള്ളത് പ്രൈസും പാമ്പിന്റെ പേര് നമുക്ക് അയച്ചു തരാം. അല്ല, പാമ്പിന്റെ ഫോട്ടോ അയച്ചു തരാം. നമ്മൾ നോക്കിയിട്ട് എടുക്കൂട്ടോ. സെക്കൻഡ് പാമ്പ് മറ്റേ 2 ഓണറുള്ള പാമ്പിനൊന്നും വേണ്ട. എടുക്കുമ്പോ ഫ്രഷ് പാമ്പ് അല്ലേ? ഫ്രഷ് കുട്ടീനെ മതി. പുതിയ ഈച്ചു പോയി തപ്പുണ്ട് ഇപ്പൊ കൊറേ എണ്ണത്തിന്. പാമ്പുണ്ടാവോ? ഡൗൺലോഡ് ആയി വരണല്ലേ? വാ ഇറങ്ങാം. ഈ 4 ജനലുകൾ എന്തിനുള്ളതാണ്? അതെന്തിനാ വെച്ചാല് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് നാല് ജനലും ഒരു ഹോള്. ഇതെന്തിനാണ് ഇതിന്റെ മുതലാളി ഉണ്ടാക്കിയിട്ടത്? ഇതെന്താ വെച്ചാല് പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല്
പുറത്തുനിന്ന് കമ്പിത്തപാലിടാ അല്ല, പുറത്തുനിന്ന് നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിൽ കൂടെ തിരിച്ചാക്രമിക്കാൻ പറ്റും. ഇങ്ങനെ കുത്താൻ പറ്റും. അതിനുള്ളിൽ കൂടെ മുളക് പൊടി എടുത്തിടാൻ പറ്റും മേത്തേക്ക്. ഇനി എന്താ കാട്ടിലോ, ഇങ്ങനത്തെ പ്രോപ്പർട്ടി എടുത്താലും എന്താ കാട്ടിലോ, സാധാരണ ഒരു കഥ ഉണ്ടാക്കും. അതായത് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ, കൊല്ലങ്ങളെ പഴക്കണ്ട. ഇങ്ങനത്തോലൊക്കെ എന്താ ചെയ്താറിയോ, പണ്ട് ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് പോയ ടൈമില് കുതിര സൈഡാക്കി ഇവിടുന്നാണ് ഈ പോയെന്നാണ് കുളിച്ചു പോയത് എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ്. നിങ്ങളെ ഹിസ്റ്ററി ബുക്കിൽ എന്തുണ്ടാക്കണോ, തിര എ പ്രോപ്പർട്ടി ഫുൾ ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് വെൻ ബാക്ക് ഇൻ 1995 ടിപ്പു സുൽത്താൻ എവിടെ കൂടെ ഇതിലൊക്കെ പോയിട്ടില്ലേ? ആ എല്ലായിടത്തും പോയിക്കണേ. മലബാർ ഏരിയ കൂടെ മുമ്പിൽ വന്നിക്കണേ. ട്രാവലർ തന്നെയല്ലേ, സീൻ ട്രാവലർ കുതിരമ്മ. അതിനെ കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. അന്ത കാലത്ത് കുതിരമ്മ. നായരാധ കുതിരമ്മ പോയ കഥ എടുക്കണേ. നായരാധ ഇല്ല, നമ്മളവിടെ നായരാധ ഉണ്ട്. അത് ഞാൻ അങ്ങനെ പറയല്ലോ. മൂപ്പര് ഈ പട്ടികളെ വളർത്തുന്നോണ്ട് ആൾക്കാരുടെ പേരാണ് വെഗിളി രാധ അങ്ങനെയൊക്കെ പറയും. കുറെ ആൾക്കാർ വെഗിളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയും ഈ പട്ടിനെ വളർത്തുന്നവർക്ക് വേറെ തന്നെ ഒരു പേരാവും. അപ്പൊ ഇയാളങ്ങനെ വിളിച്ചാലെല്ലാവരും. അപ്പൊ ഇയാള് ചെറുപ്പം തൊട്ടേ നമ്മളവിടെ ഉള്ള ക്യാരക്ടറാ, ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കണ ക്യാരക്ടറാ. അയാൾ എങ്ങനെ പോയത് അഫിയെ? മൂപ്പര് മൂപ്പര് എന്ത് ചെയ്യും, ആള് വാളൊന്നും ഇല്ലാത്ത കുതിരനെ ഇണക്കിയിട്ട് കുതിരനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായും. കുതിരനെ ട്രെയിൻ ചെയ്ത് കൈൻ്റെ ഉള്ളിലാക്കും, ഉള്ളം കയ്യിലാക്കും. ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട്, കുതിര ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട്. അങ്ങനെ ഒരു ദിവസം ഒരു മഴക്കാലത്ത് എന്ത് ചെയ്തു, എന്റെ പേരെ മുന്നിലല്ലേ പോണേ, ഏതോ കുതിരനെ സൈസ് ആക്കിയാണ്ട് പോയി. അപ്പൊ ഒരു ദിവസം ഞാൻ ഒന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോ അങ്ങോട്ട് പോയി. അതില് മഴക്കാലല്ലേ, കുതിര സ്ലിപ്പ് ആവല്ലേ, നമ്മളെ പട്ടി സ്ലിപ്പ് ആവല്ലേ. കുതിര അഭിമ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പായിട്ട് മല്ലെന്നടിച്ചു. എന്ത് കുതിര കുതിര പിന്നെ ഇങ്ങനെ കുതിരക്ക് പെട്ടെന്ന് റിഫ്ലക്ഷൻ ഉണ്ടാവും. ഞാൻ മുകളില് സിറ്റ് ഔട്ടിൽ ഇരിക്കാം, കൊയിഞ്ഞാടിനെ കാണല്ലേ, കണ്ടു ചിരിച്ചൊന്നുമില്ല. അങ്ങനത്തെ സീനൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെ വേണം. ഇപ്പൊ ബുർജ് ഖലീഫയും പിരമിഡൊക്കെ നമുക്ക് അവിടെ പോയാൽ എന്നും കാണാൻ പറ്റും. ഇതൊക്കെയാണ് ലൈഫിൽ ഒരു വട്ടം മാത്രം സമയം. ഒരു കുതിര സ്കിഡായി മുന്നിൽ വെക്കാന്നൊക്കെ പറഞ്ഞാല് അപൂർവമായ കാഴ്ച. അപ്പൊ അതില് പങ്കെടുക്കാൻ പറ്റിയ ആളിന് പോലെന്നാ. അപ്പൊ തിര ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ ആഴ്ച ഓപ്പൺ ആക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവും, പിന്നെ ഒരു ഫോൺ നമ്പറും ഉണ്ടാവും. ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് പേടിയാ, മനസ്സിൽ ഡും ഡും പിടയ്ക്കും. അല്ല, ഫോൺ നമ്പർ എന്തായാലും നമ്മളെ അടുത്തല്ലേ ഉണ്ടാവും, അത് വേറെ ആളെ ഡീൽ ചെയ്യാം. അതൊരു പെൺകുട്ടിയാണ് ഡീൽ ചെയ്യാം. അപ്പൊ ഒന്നുകൂടി ആൾക്കാര് ഫോൺ നമ്പർ ഇങ്ങനത്താണല്ലേ, അപ്പൊ അല്ല വേറൊരു പെൺകുട്ടിയാ. ഓക്കെ ഡീ. അപ്പം ഇതിന് ഫോൺ നമ്പർ, ബുക്കിങ്ങിനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. എത്ര പാക്സ് പോവും? എത്ര പോകും ചോദിച്ചാല് അടിയിൽ രണ്ടും മേലെ രണ്ടും ഉണ്ട്. പിന്നെ ഫാമിലി ഒക്കെ നമ്മൾ എക്സ്ട്രാ ബ്രെഡ് ഒക്കെ കൊടുത്തോണ്ട് രാവിലെ ബ്രെഡും ജാമും ഇത് നാക്ക് വയ്ക്കാതെ എല്ലാരും ശ്രദ്ധിക്കണം. എവിടെയും കാണുന്ന സമയത്തൊക്കെ ഇനി ഒരാഴ്ചത്തേക്കാർ ഓടട്ടോ. അപ്പൊ ഫാമിലി ഒക്കെ വന്നാല് എക്സ്ട്രാ ബ്രെഡ് ചപ്പാത്തി ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചോദിച്ചു വാങ്ങാം. അത് പറയില്ലോ, അത് നമ്മള് തരും കേട്ടോ. പിന്നെ നമ്മളൊരു സൗകര്യം തരോ, ഊട്ടി റോഡാണ്. അതായത് 1 കിലോമീറ്റർ അല്ല, മെയിൻ റോഡ് 1 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ ദൂരമുള്ളൂ. ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ റോഡാണ്. അപ്പൊ ഇനി ലോങ് വരുന്ന ആളുകൾക്കൊക്കെ, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഊട്ടി കടത്തണം, അത് നടക്കണ കേസല്ല, ക്ഷീണിക്കും. അവർക്ക് എന്താ ചെയ്യാ, ഇടക്കരെത്തുമ്പോ ബ്രേക്ക് എടുക്കാം, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ എടുക്കും. അതെ, ഇപ്പൊ തിരുവനന്തപുരം ഉദാഹരണം പറഞ്ഞു, ഈ തിരുവനന്തപുരക്കാർ മാത്രമേ കരുതിക്കണ്ട, എല്ലാ ജില്ലക്കാരും നമ്മളൊക്കെ ഒരു നിങ്ങളുടെ പറയും. അപ്പൊ എന്തായാലും ഒരാഴ്ചന്റെ ഉള്ളിൽ ഓപ്പണിങ്ങും പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വരവുണ്ടാവും കേട്ടോ, ചെക്കന്മാരെ ഫുൾ ടീം അപ്പൊ അങ്ങനെ ഒരു പരിപാടി മറ്റേ മന്തി സെറ്റാക്കണം. നമ്മളിങ്ങോട്ട് വരും. ആടുമന്തി പാക കൺഫ്യൂഷൻ ആയി. മന്തി ആളെ കിട്ടുവാണെങ്കിൽ പക്ഷെ അർഷു ഉണ്ടാവില്ല. പക്ഷെ അർഷുവിന് ഇനി എങ്ങനെയും ജോയിൻ ചെയ്യാനും പറ്റൂല. അർഷു വരുമ്പോത്തിന് കാരണം അർഷു വരുമ്പോത്തിന് ഞാൻ ബിസി ആവും.
ഞാൻ ബിസി ആകുമ്പോഴത്തേന് അർഷു പോകാനാവും. പോകാനാകുമ്പോഴത്തേന് ഞാൻ ബിസി. ഇത് ഇനി എല്ലാവരും കൂടെ കിട്ടുന്ന ഒരു ടൈം വളരെ കുറവായി കാരണം എൻ്റെ അഭിപ്രായം. കാരണം ആകെ തിരക്കേറിയ സമയം. അർഷുവിന് എടുത്തേക്കേണ്ടി വരും മിക്കവാറും. അപ്പൊ എന്തായാലും നമ്മളെപ്പോഴും കാര്യം ഇവിടെ ഉണ്ടാവും. അല്ല അങ്ങനെയല്ല നമ്മള് പോയിക്കോളൂ. ഞാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ഇനി ശിഷ്ടകാല ജീവിതം ഞാൻ തിരയിലുണ്ടാവും. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഏരിയ. മുന്നിൽ തന്നെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഹെഡ്ലൈറ്റ്. ഇത് ഫ്രണ്ടാണോ മുന്നാണോ? ഇത് ഇതാണ് നമ്മളെ ഹെഡ്ലൈറ്റ്. ഹൈമാസ് അല്ല, ഇതെന്താ ഞാനെന്താ ജില്ലാ പഞ്ചായത്ത് ഹൈമാസ് ഉണ്ടെന്ന് കൊടുക്കാൻ. ഇത് ബാസിലിവിടെ പ്ലാൻ എന്താ വെച്ചാല് ഈ നാടിന് മൊത്തം പ്രകാശം. ഒരു റിസോർട്ട് എന്നതിലുപരി ഇവിടെ ഹൈമാസ് ലൈറ്റ്, ഈ തെങ്ങിന്റെ ഹൈറ്റില് ഹൈമാസ് ലൈറ്റ് കൊടുത്തിട്ട് എന്താണ് പ്രകാശപൂരിതമാക്കുക മുണ്ടങ്ങാടി. മുണ്ടക്കാർക്ക് ഇതൊരു പൊന്തൂവൽ. അതായത് മുണ്ടക്കാർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. കാരണം രാത്രിയും പകലാക്കാനുള്ള പ്ലാനാണ് ബാസിലിഞ്ഞി. ബാസിലിഞ്ഞി ഇവിടെ എന്താ വെച്ചാൽ നിശാ പാർട്ടികൾ. പാർട്ടികളൊന്നും കേട്ടോ, നല്ല നല്ല എന്താ പറയാ, നല്ല നല്ല ഒത്തുചേരലുകൾ, ഫാമിലീസ്, ഓർമ്മ പുതുക്കലുകൾ, തുണി. ഇവിടെ നമ്മള് ഇങ്ങനെ തന്നെ ചെയ്യാനാണ് പ്ലാൻ. പച്ചപ്പ് നിലനിർത്താം പരമാവധി. സംസാരം നമ്മള് ഒന്നും ഒന്നും നശിപ്പിക്കാതെ അങ്ങനെ വെച്ചുപിടിപ്പിച്ചാല പരിപാടിയാണ്. നിലനിർത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ ഉള്ള പച്ചപ്പ് പോവാതെ നോക്കിയത് ആകെ പച്ചപ്പാണല്ലോ. ആകെ സെറ്റാക്കും. പാർക്ക് ചെയ്ത് ശരിയാക്കും. അത് നമ്മള് റെഡിയാക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്. ഒരു കൊല്ലം കൊണ്ട് ഇത് ഈ കാണുന്നതിനൊക്കെ വേറെ രൂപത്തിലായി മാറും. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഉള്ളില് മാറ്റണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കേട്ടോ. വരുമാനം അത് നമ്മള് പ്രതീക്ഷിക്കണ്ട, അത് നമുക്ക് കിട്ടൂല. ഇനി നമ്മള് നോക്കട്ടെ. അടക്കാൻ വേണ്ടി 6 ഒരു 7 തെങ്ങുണ്ട്. അതും വെളിച്ചെണ്ണക്ക് ഒരു ലിറ്ററിന് ഇപ്പൊ 400 ചില റുപ്യ വിലയാണ്. 400 ചില റുപ്യ ലിറ്ററിന് വില വെളിച്ചെണ്ണക്ക്. റേഷൻ പിടിന്നാണല്ലോ വെളിച്ചെണ്ണ. അത് കേറിട്ടോ 2 ദിവസം പറക്കാം. മെട്രിക്കുലേഷൻ റേഷൻ പിടി എന്താ പറയാ? റേഷനിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. അരി സാമാനായിട്ട് പോവാം. ദയവായി നിങ്ങളുടെ വിരൽ സ്കാനറിൽ വെക്കുക. ഒരു ദിവസം കോമഡി ഉണ്ടായി. ഞാൻ ആളായി റേഷൻ പിടി പോയി. പണ്ടത്തെ പോലെ പോകാനൊന്നും പറ്റില്ല. ഇതൊക്കെ പതിയണം. പാവാ മെഷീൻ എന്നെ തിരിച്ചറിഞ്ഞില്ല. ആ വൈക്കൊന്നും ഞാൻ പോവാറില്ലല്ലോ. പോയി ഇപ്പച്ചോലോ അങ്ങനെ തന്നെ വിളിച്ചു. അവിടെ എത്തിയിട്ട് ബയോമെട്രിക് ഓതറിഫിക്കേഷൻ പാസ് ആവണില്ല. റേഷൻ പിടിയൊക്കെ അല്ല നമ്മളെ വീട്ടിലുള്ളതാണ്. അവിടുന്ന് ആരൊക്കെയാ നോക്കണേ? വെഞ്ചി പേടിച്ചിട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ എളിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു വ്ളോഗ് എടുക്കാൻ വരുന്നതായിരിക്കും. ചെക്കന്മാരെല്ലാവരും ഉണ്ടാകുമ്പോൾ ഫുഡ് വെച്ച് കൂടാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമുക്കൊരു ഹാങ് ഔട്ട് സ്പേസ് ആയി. സോ നമ്മുടെ ഇന്നത്തെ എളിയ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 24 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വ്ളോഗിൽ കാണാം. ഇൻഷാ അല്ലാഹ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ 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 ബൈ. ഹായ്, ഇവിടുത്തെ ആൾക്കാരാ? എന്താ പേര്? നഷ, പിന്നെ റസ, പിന്നെ റൈഫ. ഇനി വരുമ്പോ കാണാം കേട്ടോ. ടാറ്റ നാണി, ടാറ്റ ടാറ്റ ടാറ്റാ, ബൈ ബൈ ബൈ.